ഇന്നത്തെ എൻ്റെ രാവിലത്തെ കാര്യമാണ്. ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരിത്തിരി സമയം ഭഗവാനെ ഒന്ന് വിചാരിക്കും. ഇന്നത്തെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ടൊരു 2 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് എന്നൊന്നും വലിയതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ശ്വാസം എടുത്ത് വിടും, അത്ര തന്നെ. ഞാനും അരിയേട്ടനും കൂടെ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണമെന്ന്. ഇതുവരെ തീരുമാനം പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും എത്രയും പെട്ടെന്നതൊക്കെ ഞങ്ങൾ പ്രാവർത്തികമാക്കും. ഇനി പിന്നെ ഒക്കെ മുഖമൊക്കെ ഒന്ന് തുടച്ച് ദൈവത്തെയൊക്കെ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് പതുക്കെ പല്ല് തേക്കാനായിട്ടൊക്കെ കയറി അങ്ങനെ പൽപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ പല്ല് തേക്കുന്നത്. ഞാൻ പേസ്റ്റൊന്നും ഉപയോഗിക്കത്തില്ല. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പതുക്കെ ആകെ ഒരു ഇച്ചിരി പോകുന്ന മുടിയുണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വലിച്ചു വാരി കെട്ടി പതുക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. ഒരു ശുദ്ധവായു ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് പതുക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല തണുപ്പുമൊക്കെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് കണ്ടു നോക്കിയപ്പം എൻ്റെ താമര പോയെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇപ്പം അതൊന്നും ഇലയില്ലായിരുന്നു, സീസൺ തീർന്നെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ ഇതാ ഒരു മുട്ട ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ട്. ഇനി അതൊരു താമരപ്പൂവാകും. ഇനി പതുക്കെ അടുക്കളയിലോട്ട് കയറി യുദ്ധം തുടങ്ങാനുള്ള സമയമായി. രാവിലെ അരിയേട്ടൻ ഇന്നലെ പോയപ്പം ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. 2 ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ബ്രെഡും മുട്ടയായിരിക്കും. അങ്ങനെ ബ്രെഡ് വാങ്ങിച്ചു, മുട്ടയൊക്കെ റെഡിയാക്കി അതെല്ലാം ഞാൻ ഇപ്പം പുഴുങ്ങാനായിട്ട് വയ്ക്കും. പിന്നെ സവാളയെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് ഓവനകത്തോട്ട് വെച്ചൊന്ന് ആവി കയറ്റിയും എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുപ്പിലോട്ട് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഓവനും കൂടെ ഉപയോഗിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടു, മുട്ട പുഴുങ്ങി കെട്ടി അതിൻ്റെ തോടെല്ലാം കളഞ്ഞു. പിന്നെ സവാളയ്ക്കകത്തോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടു, ഒന്ന് ഇളക്കി ശകലം ഉപ്പ് ഇട്ടു. പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇട്ടു, ശകലം ചൂടുവെള്ളം ഒഴിച്ചു. അതിലേക്ക് അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മുട്ടയെല്ലാം കൂടെ എടുത്തങ്ങോട്ടിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് തിളപ്പിക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ശകലം മുട്ട മസാല എടുത്തിടും. കുറച്ച് മുട്ട മസാലയും ചേർത്ത് ഞാൻ മുളക് പൊടിയൊന്നും ഇപ്പം ചേർക്കത്തില്ല, ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇടും. അതിന് ശേഷം അതെല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ശകലം പച്ചവെളിച്ചെണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി ചൂടാക്കി കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കോരിയും ഒഴിക്കും. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എല്ലാം കൂടെ ഒന്ന് മുരിച്ചിങ്ങെടുക്കും. ശകലം നെയ്യൊഴിച്ച് ചപ്പാത്തി കലയിലോട്ട് വെച്ച് ഒന്ന് മുരിച്ചിങ്ങെടുക്കും. ഇനി രാവിലെ എല്ലാവരും കഴിക്കാൻ വരുന്നതിന് മുമ്പ് ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുക്കും. അതിനുശേഷം എല്ലാവരും കൂടെ വന്നങ്ങിരിക്കും. എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബ്രെഡും മുട്ടക്കറി. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രഭാതം.